അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ രണ്ടാമത്തെ പാർട്ട് കുക്കിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതേ കല്ലിൽ തന്നെയാണ് ഞാൻ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അതും ഇതേപോലെ ഒരു ലേശ എണ്ണ നമ്മൾ ഇതാക്കിയതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചെടുക്കുക. ആ എണ്ണ മുഴുവൻ ഈ ടിഷ്യൂലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ മാവ് ഒഴിക്കുന്നു, ഞാൻ ലേശം കൂടി എടുക്കുന്നുണ്ട്. എനിക്കതാണ് കണക്ക്. ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് തുറന്ന് വെച്ച് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഒരു ലേശ എണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിത് അടച്ചു വെക്കാറില്ല. ഞാൻ ഇതിങ്ങനെ തന്നെ മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കുക ചെയ്യാം. നന്നായി ഞെരിഞ്ഞ് വന്നിട്ടുണ്ട്, രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. അപ്പോൾ അതും ഗോതമ്പ് ദോശയായി. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഇത് ഗോതമ്പ് മാവ് വാം വാട്ടറിൽ ഉപ്പ് കൂട്ടി കുഴച്ചെടുത്തതാണ് കേട്ടോ. ഉപ്പ് വെള്ളം കൂടി കൂട്ടി കുഴച്ചെടുത്തതാണ്. ചൂടായ കല്ലിലേക്ക് ഈ ഒരു ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിടാം. ഇനി തിരിച്ചിട്ട് നമ്മളൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തി സൂപ്പറായി വന്നില്ലേ. തുണിയിലൊഴിച്ച മാവ് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ അമീസ് പൊടിയിൽ കൊണ്ട് ഇതാക്കിയത് നമുക്ക് ഇനി ഒന്ന് അരിയരച്ച പത്തിരി ചൂടാം. ഈ പത്തിരി ചൂടാനേ ഇത് ഞാൻ ലൈവായിട്ട് കല്ലിൽ സ്റ്റൗവിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അതിനൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഇത് നല്ലോണം ചൂടായാൽ, ഈ കല്ല് നല്ലോണം ചൂടായാൽ തീ നമുക്ക് സിമ്മിലേക്ക് മാറ്റാം, ഫുള്ള് സിമ്മിലേക്ക്. അപ്പോൾ നമുക്ക് ചൂട് വരില്ലല്ലോ, കയ്യിലേക്ക് ചൂട് വരില്ല. അപ്പോൾ ഇനി ഈ ഇതിലേക്ക് കുറച്ച് ഈ പത്തിരി ചൂടാൻ കുറച്ച് എണ്ണ വേണം കേട്ടോ. അപ്പോൾ തീ സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ ഈ കൈൻ്റെ, എൻ്റെ ഉമ്മ പറയും പത്തിരി ചുടുമ്പോഴേ ഈ കൈൻ്റെ പള്ളഭാഗം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം വിരലുകൾ ഉപയോഗിക്കരുതെന്ന് പറയും. ആ അടയാളം വരരുത്, അതിൻ്റെ ഉമ്മക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ ഇങ്ങനെ പഠിച്ചത്. ഇനി ശേഷം തീ കൂട്ടി വെക്കാം. ഇടയ്ക്ക് ഈ പത്തിരി ഒന്ന് ഇളക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലും കൂടി ലേശം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടാം. എന്നിട്ട് നമ്മൾ കൈകൊണ്ടൊന്നിങ്ങനെ, അപ്പം ആ ഭാഗം ഏതെങ്കിലും ഒന്ന് ഈവൺ ആവാത്തുണ്ടെങ്കിൽ അതും കൂടി അവിടെ ഈവൺ ആയിക്കോളും. ഒരു ഭംഗി വേവട്ടെ. ഇടയ്ക്കിടെ ഒന്നിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സൈഡും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്നൊന്ന് തിരിച്ചിട്ടാം. ഇതാക്കണ്ടില്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും തിരിച്ചിട്ടു. ഇനി ആ ഭാഗം ഒന്നും കൂടി വേവട്ടെ. നമ്മൾ പരത്തിയ ഭാഗമാണിത്. ആ പത്തിരി അവിടെ വേവട്ടെ. നമ്മളിവിടെ തുണിയിൽ ഒഴിച്ച് വെച്ച മാവില്ലേ, അതാ ആ മാവ് ഇതാ ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആ മറ്റേ പൊടിൻ്റെ ആവശ്യമൊന്നും ഇടണ്ട. ഈ അരച്ച മാവ് തുണിയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ തുണിയിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ളൊരു ടവലിൽ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇതാ കണ്ടില്ലേ ഈ മാവുണ്ട്. അപ്പോൾ ഈ പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ മാവ് വെറും അരി അരച്ചത് മാത്രമാണിത്. അപ്പം നമുക്ക് പത്തിരി ചുടാം. അങ്ങനെ ഈ പത്തിരി ശരിയായി. രണ്ട് ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഞങ്ങളവിടെ കോഴിക്കോടില്ലേ, ശരിക്കും പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പത്തിരി ഉണ്ടെങ്കിൽ നെയ്യ് പുരട്ടി പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കും. ചിക്കൻ കറീൻ്റെ കൂടെ എല്ലാം കുടിക്കാം. പക്ഷെ അത് നമ്മളവിടെ ഈ നെയ്യ് പുരട്ടി പഞ്ചസാര ഇട്ടുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അടുത്തത് വെള്ളപ്പാണ് ചുടുന്നത്. വെള്ളപ്പത്തിൻ്റെ മാവാണിത്. ഇത് 2 ഗ്ലാസ് പച്ചരിക്ക് 3/4 ഗ്ലാസ് തേങ്ങയും 1/2 ഗ്ലാസ് ചോറും, പിന്നെ ഇത് 1/4 ടീസ്പൂണിൻ്റെയും പകുതിയാണിത്. അതിൻ്റെ പകുതി, അതായത് ഒരു ഇത്ര മാത്രമുള്ള ഈസ്റ്റ് കൂടി ചേർത്തതാണ്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും, ഇതെല്ലാം കൂടി ഒന്നിച്ചരച്ച് ഒരു 6 മണിക്കൂർ വെച്ച് പൊന്തിയ മാവാണിത്.
ചൂടായ ചട്ടിയിലേക്ക് ഒരു ലേശം എണ്ണ തടവിയിട്ട് ഇതാ ഇങ്ങനെ തടവുന്നുണ്ട്. ആവശ്യം പോലെ ഞാൻ ഇതാ കയ്യിൽ ഒരു ലേശം കൂടി വയ്ക്കുന്നുണ്ട്. വലിയ ചട്ടിയല്ലേ. ഇനി ഞാൻ നമ്മൾ 2 ഇതും വെച്ചിട്ട് ഇതടച്ചു വെക്കാം. ഓക്കെ, വെള്ളപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. ഉഷാറായിട്ട് വന്നിട്ടുണ്ട് വെള്ളപ്പം. അങ്ങനെ ഞങ്ങളിതാ ഉഷാറായിട്ട് വെള്ളപ്പം ചുട്ടിട്ടുണ്ട്. Wow. Thank you for watching.